ഇറങ്ങണം, കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണ്? നിന്നോടല്ല, ശിവദാസിനോടാണ്. വരി ശിവ. വരണം. എന്തിനാ വരണം, പറയാം. അഞ്ചാറ് ദിവസങ്ങളായി നിങ്ങൾ സുശീലയെ കാണാതെ ഒളിച്ചു നടക്കുന്നതിനാണ്? അത് 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 പണക്കാരാണെന്ന് വെച്ച് എന്തും ചെയ്യാമെന്നാണോ? പതുക്കെ പറയും. അനു അനു അവളോട് ഇരിക്കട്ടെ. സുശീലയെ കാണാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല രവി. ഞാൻ അവളെ കാണുകയും സംസാരിക്കുകയും ചെയ്താൽ അച്ഛൻ എന്നെ അവളെയും കൊല്ലുമെന്ന് പറയും. അതുകൊണ്ടാണ്. നിങ്ങൾ അച്ഛനാര്, കടുവയോ? അച്ഛനോട് അനുവാദം ചോദിച്ചിട്ടാണോ പ്രേമിച്ചത്? സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഇക്കാലത്ത് ആരെങ്കിലും അച്ഛനോട് അനുവാദം ചോദിക്കുമോ മിസ്റ്റർ? പതുക്കെ പതുക്കെ. അനു അനു അതിരിക്കട്ടെ, പ്രേമിച്ചു, അച്ഛൻ എതിർത്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഭാവം? അതെനിക്കറിയണം. ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതെന്റെ സുഖനെ മാത്രമായിരിക്കും. വിശ്വസിക്കാമോ? തീർച്ചയായും. ഇല്ലെങ്കിൽ ഞാൻ കല്യാണമേ കഴിക്കില്ല. അനു അനു എന്താണ് താന്റെ ചേട്ടനെ പറഞ്ഞ് തിരിപ്പിക്കുന്നത്? ഈ എടോ പൊടവൊന്നും വിളിക്കാതെ അനു, എന്റെ പേരറിഞ്ഞൂടെ? രവി. തന്നെ തന്റെ കൂട്ടുകാരെയൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. ഓ, തന്റെ പെങ്ങളാണല്ലേ എന്റെ ചേട്ടനെ മയക്കെടുത്ത മോഹിനി. മര്യാദയ്ക്ക് സംസാരിക്കണം. ആരാരെ മയക്കെടുത്തെന്ന് നിന്റെ ചേട്ടനോട് തന്നെ ചോദിക്ക്, പറഞ്ഞു തരും. അനു അനു നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും. അവൾ തന്നെയാണ് എന്റെ ചേട്ടനെ മയക്കെടുത്തത്. മയക്കുമോഹിനി. എന്റെ സഹോദരിയെ പറ്റി വല്ലതും പറഞ്ഞാലേ വായിന്റെ പല്ല് ഞാൻ തല്ലിക്കൊഴിക്കും. എന്ത് പറഞ്ഞടാ? What nonsense he is talking. Get lost. അച്ഛ തുമ്മാടൊന്ന് കേൾക്കണം. എന്താ? വഴിയിൽ വെച്ച് ആ പെണ്ണിന്റെ സഹോദരൻ പെണ്ണിന്റെ മന്ത്രിയുടെ മകളാണെന്ന് പറഞ്ഞു. ആ നേഴ്സിന്റെ സഹോദരൻ വെച്ചാ അവൻ ഞങ്ങളുടെ കാർ തടഞ്ഞു നിർത്തി ഞങ്ങളെ വലിച്ച് പുറത്തിട്ട് ചേട്ടനെ അടിച്ചു. സൈക്കിൾ ചെയിൻ എടുത്ത് വീശി വെച്ചാ. സൈക്കിൾ ചെയിൻ എടുത്ത് വീശി അടിച്ചു അല്ലെ? IPC 122. വലിച്ച ഈ കേസ് എനിക്ക് വിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ചു. നീ പോടാ. ഇവിടെ പറയുന്ന പച്ച കള്ളമാണ് ഗോപേട്ട. എടാ, നീ മിണ്ടി പോകരുത്. നീ അവളുടെ ഭാഗമേ പറയൂ. എന്നിട്ട് ശിവേട്ടനോട് വിവാഹം കഴിച്ചില്ലെങ്കിൽ നമ്മളെ എല്ലാം കൊല്ലുമെന്ന് പറഞ്ഞു അവൻ കടയിൽ കാണിച്ച് ഭീഷണിപ്പെടുത്തി. സംഭവം ക്രിമിനലാണല്ലോ. അയ്യോ അച്ഛ, ഇതൊന്നും വിശ്വസിക്കരുത്. ചേട്ടനത് പറയും. അയാൾ സൈക്കിൾ ചെയിൻ വീശപ്പോ എന്റെ എവിടെയല്ലേ കൊണ്ടത്? എടാ കുഞ്ഞുണ്ണി, നീ എന്തോ നാടാ ഇവിടെ കുത്തി കുറിച്ചോണ്ടിരിക്കുന്നത്? മനോട് പറഞ്ഞു കേട്ടില്ലേ? കേട്ടു. എന്ത് കേട്ടു? വരുന്ന വഴി എന്തോ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ആ രവി എന്ന് പറഞ്ഞ പയ്യൻ സൈക്കിൾ ചെയിൻ വീശി എന്റെ മക്കളെ അടിച്ചോടിച്ചെന്നു. നീ ഉടനെ പോയി അവനെ പിടിച്ച് ലോക്കപ്പിലാക്കും. ഇത് കള്ളക്കേസോ മറ്റാണെങ്കിൽ സർക്കാരേട്ടം കൊടുക്കും. ഈ നാട്ടിൽ കോടതിയും എന്നെ പോലത്തെ വക്കീൽമാരുണ്ടെന്നുള്ളത് സർക്കാരേട്ടം മനസ്സിലാക്കണം. ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, എന്നെ പോലെ സർക്കിൾമാരുണ്ട്. ഇത് ഞാൻ കുറച്ചു കാലം കാണുന്നു. ഇത് ഞാൻ കുറച്ചു നാളായി ഞാൻ വകുപ്പ് പഠിച്ചില്ല. ഇത് പോലീസ് സ്റ്റേഷനോ അതോ കോടതി? ഞാൻ ഒരുത്തൻ വടി പോലെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ചേട്ടൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ കള്ളമാണെന്നോ? അയ്യോ, അനു കള്ളം പറഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞത്. ആവേശത്തിൽ വല്ലതും പറഞ്ഞ് കുടുക്കിൽ പറയുന്നല്ലോ എന്ന് കരുതി അങ്ങനെ പറഞ്ഞത്. ഇത് കോടതിയിലെത്തി എന്താതിന്റെ വകുപ്പെന്നറിയോ? ഇതിന്റെ ലോ പോലീസ് എന്താ അറിയോ? ഞാൻ പറയുന്നത് കേൾക്കണം. ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. എടാ കുഞ്ഞുണ്ണി, ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? കേസ് കൊടുക്കണോ അതോ അറസ്റ്റ് ചെയ്യണോ? നീ ഒരു കാര്യം ചെയ്യും. അവിടെ ചെന്ന് അവന്റെ കൈയും കാലും തല്ലി ഓടിക്കും. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. എന്ത് കോവ് കല്യാണം പിടിക്കാൻ ചെന്നാലേ തലയിൽ തൊപ്പി കാണില്ല. ഞാൻ മിണ്ടല്ലേ, ഞാൻ പറയുന്നത് കേൾക്ക്. അവിടെ ചെന്നിട്ട് അവനെ നല്ലോണം വരട്ടി കൊടുക്ക്. വേണം, ഞാനും വരാം. നടക്ക്. വല്യച്ഛൻ ആരാന്നുള്ളത് അവനൊന്ന് മനസ്സിലാക്കട്ടെ.
പറിച്ചോണ്ടിച്ച ആ ചാക്കിലെല്ലാം കൂടി തട്ടിയാലോ? ഈ ചാക്കോ ആ, ആ, കൂടെ ഇട്. ആ. ആ, എന്താണ് സാർമാര് വേണ്ടത്? തേങ്ങ വേണോ, കൊപ്ര വേണോ, എണ്ണ വേണോ, എന്താണ് വേണം പറ. അയ്യോ, പോലീസ്. നമ്മുടെ വീട്ടിൽ പോലീസ് തട്ടാൻ വന്നിരിക്കുന്നു. ആരാ രവി വിളിക്കാം. അയ്യോ സാർ, എന്റെ മോൻ കളയിൽ പോയിരിക്കുകയാണ് സാർ. ഞാനാണ് രവി. എന്താ കാര്യം? നീ മുത്തകൻ കൊഴി ഗോപാലിന്റെ കാറ് റോഡിൽ തറന്നു നിർത്തിയോ? പത്താളെന്ന് കൈ കാണിച്ചതായിരിക്കും സാർ. നിർത്താൻ കം പോയെ മിസ്റ്റർ, നിങ്ങൾ കാർ തടഞ്ഞ് നിർത്തിയോന്നാണ് ചോദിച്ചത്. നിർത്തി. ആ, നോട്ട് ചെയ്തോളൂ. നോട്ട് ചെയ്തോളൂ. ഞാനോ ചെയ്യാം ചെയ്യാം. കാറിൽ ഇരുന്ന ഡോക്ടർ ശിവദാസിനെയും അഞ്ചാറേയും സൈക്കിൾ ചെയിൻ വെച്ചടിച്ചോ? ആര്? ഞാനോ? അല്ല, ഞാൻ. സത്യം പറഞ്ഞു. കഥാരി കാണിച്ച് നീ അഞ്ചാതയെ ഭയപ്പെടുത്തിയോ? ഇതെല്ലാം പച്ച കള്ളമാണ്. മുത്തങ്ങാക്കുഴിക്ക് വേണ്ടി കള്ളക്കേസുണ്ടാക്കി എന്നെ ഉപദ്രവിക്കാൻ വന്നാലേ ചിലപ്പോ അസംബ്ലിയിൽ ഉത്തരം പറയേണ്ടി വരും. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഞാൻ ഓൾ ഇന്ത്യ ലെവലിൽ വിദ്യാർത്ഥി സമരം സംഘടിപ്പിക്കും. അപ്പോഴറിയാൻ കളി. സബ്സ്ക്രൈബ് ഇവൻ കോളേജ് യൂണിയൻ പ്രസിഡന്റാണ്. വേണ്ടി വന്ന മന്ത്രിസഭ വരെ ഇളക്കി താഴെയിടും. അയ്യോ മോനെ, അങ്ങനെയൊന്നും ചെയ്യല്ലേ, പാവമാണ്. സാറേ, ഇത്തവണത്തേക്ക് അവൻ മാപ്പ് കൊടുക്കണം. ഇനി അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, ഞാൻ ഏറ്റു. നിങ്ങൾ പറഞ്ഞുകൊണ്ട് തൽക്കാലം എന്നെ വിടുന്നു. ഇനി ഇത് ആവർത്തിച്ചാൽ അപ്പോ കാണാം. സബ്സ്ക്രൈബ് പോവാണ്. ഉം. സ്ഥലം വിടുകയെന്ന് മോട്ടെ. ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. എന്തോ എനിക്കൊരു പേടിയും തോന്നിയില്ല. വലിയ സൂക്കടാ, പഠിക്കാൻ വന്നാ പഠിച്ചിട്ട് പോയപ്പോ. മാഡം, വാട്ട്സ് ഓപ്ഷൻ സബ്ജക്ട്? അല്ല, നുണയാണോ ഐസി വിഷം എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. മിസ്റ്റർ രവി, നിങ്ങൾ രാവിലെ തന്നെ വഴക്കിനാണോ? മിസ് മിനി, നിങ്ങളുടെ ഈ കൂട്ടുകാരി ഉണ്ടല്ലോ, മഹാ അലവലാതിയാണ്. നിങ്ങളോ? വഴിക്ക് വെച്ച് മാരകായുധങ്ങൾ കാണിച്ച് ഇവിടെ ചേട്ടനെ ഞാൻ വരട്ടെയെന്ന് പോയി പറഞ്ഞിരിക്കുകയാണ് തന്തയോട്. നോട്ടം കണ്ടില്ലേ? ഉണ്ടക്കണ്ണി. തന്ത കോളേജ് കമ്മിറ്റിയുടെ പാറ്റനാണെന്നുള്ള അഹങ്കാരമായിരിക്കും അല്ലേ? അതെ. എന്നാലേ ഈ വിരട്ടിലൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. കൊപ്പരെ. എന്ത് വിളിച്ചു? കൊപ്പര കച്ചവടക്കാരൻ ഗോപാലന്റെ മകളായതുകൊണ്ട് കൊപ്പരേന്ന് വിളിച്ചു. ക്ലാസ്സിൽ മര്യാദയ്ക്ക് പെരുമാറണം, പറഞ്ഞേക്കാം. ഉത്തരവ്. നീ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ഇനി എന്നെ പറ്റി നുണ പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ പ്രയോഗിക്കും. സൂക്ഷിച്ചോ. Good morning, students. Morning. Well, today I intend to give you a test in Shakespeare. Okay? Okay. That's nice. Let us sketch the character of Julius Caesar. Why is he called a tragic hero? Sir, എന്താ മിസ് അനുരാധ? ഈ രവി എന്നെ ക്ലാസ്സിൽ വെച്ച് അധിക്ഷേപിച്ചു സർ. എന്താ വിഷയിച്ചു? കൊപ്രാന്ന് വിളിച്ചു. കൊപ്ര? വാട്ട് കൊപ്ര? കൊപ്പര സർ, കൊപ്പര. രവി, യു സ്റ്റാൻഡ് അപ്പ്. നിങ്ങൾ അനുരാധയെ കൊപ്ര എന്ന് വിളിച്ചോ? സാർ, ഈ ബാബു എന്നോട് ചോദിച്ചു തേങ്ങ ഉണക്കിയാൽ എന്താകുമെന്ന്. ഞാൻ പറഞ്ഞു കൊപ്പരയാകുമെന്ന്. കേട്ടില്ലേ സാർ? സൈലൻസ്. നോണ സാർ, നോണ. സത്യമാണ് സാർ, സത്യം. ആ ചീത്തവാക്കിന്റെ മുഖത്ത് നോക്കിയാണ് സാർ അയാൾ വിളിച്ചത്. സാർ, കൊപ്പര എന്ന വാക്കിന് ചീത്ത അർത്ഥമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല സാർ. സൈലൻസ്. മേലാൽ ക്ലാസ്സിൽ വെച്ചോ പുറത്ത് വെച്ചോ കൊപ്ര എന്ന വാക്ക് ആരും ഉപയോഗിച്ചു വരുത്. നാളികേരം, കൊട്ടത്തേങ്ങ, ചകിരി എന്നീ വാക്കുകൾ ഉപയോഗിക്കാമോ സാർ? വേണ്ട. തേങ്ങയോ തേങ്ങയോട് ബന്ധപ്പെട്ട ഒരു പേരും ആരും ഉപയോഗിച്ചു വരുത്. ഇല്ല സാർ. അണ്ടർസ്റ്റാൻഡ്? സിറ്റ് ഡൗൺ. എന്താ പരാതി തീർന്നു അനുരാധേ? അത് മാത്രമല്ല സാർ, സൈക്കിൾ ചെയിനും കടേരം കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി. ഇവരെല്ലാം കണ്ടതാണ് സാർ. ഞങ്ങൾ കണ്ടതാണ് സാർ. ദിസ് ഈസ് ടു മച്ച്. ഡിഡ് യു ഡു ദാറ്റ്? സാർ, ഞാനോ?